പ്രിയപ്പെട്ടവരെ, കൊല്ലത്ത് കിടന്ന് ആട്ടോടുന്ന ഒരു ചിത്ര എന്ന ഒരു സഹോദരിയുടെ വാക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പ്രിയപ്പെട്ടവരെ കൂട്ടം, ഈ വാക്കുകളും ഈ ജീവിതമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വലിയൊരു അനുഭവമായിരിക്കും. കാരണം എന്തൊക്കെ ഉണ്ടെങ്കിലും ആ കുട്ടി രണ്ടിലമേ തുണ്ടിലമേ, ഇവിടുത്തെ കേരള പോലീസിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുട്ടിക്ക് സെക്യൂരിറ്റി നിന്നിട്ടൊന്നുമല്ല. ആ കുട്ടിക്ക് ജീവിക്കാൻ വേണ്ടി ചിത്രയെന്ന് പറഞ്ഞ ഒരു സഹോദരി ഈ ഓട്ടോയുമായി പോവുകയാണ്. എന്തുവാ ഈ ഓട്ടോറിക്ഷമാർ ഒന്നിനും ഒരു കുറവില്ല. പുള്ളിയെ കണ്ടാൽ ഈ ഓട്ടോ വിട്ട് കാവി ഉരുട്ട് നിന്ന ഒരു സർക്കാരെ ഒരു ടീച്ചർ ആവേണ്ട ഒരു കുട്ടിയാണ്. 10ാം ക്ലാസ് പോലും പഠിക്കാത്തവർ, ഇത്രയും പോലും കാണാൻ ചന്തമില്ലാത്ത കുട്ടികളൊക്കെ പല ജോലി ചെയ്യാതെ അതിക്രമിച്ച് വളഞ്ഞ വഴികളിലേക്ക് ഒരുപാട് സ്ത്രീകൾ പോകും, നമ്മൾ കാണാം. പക്ഷേ ആ കുട്ടിയുടെ ഇന്നും ആ കുട്ടിക്ക് 2 മക്കളുണ്ട്. പക്ഷേ ഇന്നും ആ കുട്ടി എന്താ നല്ല രീതി, ഇപ്പോൾ ഹസ്ബൻഡ് ആണ് ഡൈവോഴ്സാണ്, എന്നാലും അഭിമാനപരമായിട്ട് ഇതേ കണക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ ഇനി കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങളുടെ ഭർത്താവ് ഡൈവോഴ്സ് ചെയ്യത്തില്ല. അവരെവിടെ പോയാലും ജീവിക്കും. അവർക്ക് ജീവിക്കാൻ അറിയാമെന്ന് തെളിയിക്കുന്നതാണ് കൊല്ലത്തിൻ്റെ അഭിമാനം ചിത്ര എവിടെയാണ് താമസിക്കുന്നത്? ഞാനിപ്പോൾ അമൃതകുളം ഞാൻ പഠിച്ച സ്കൂൾ വാടകയ്ക്ക് അമൃതകുളം സ്കൂളിൻ്റെ അടുത്ത്. അവിടെ എല്ലാം ഞാൻ പഠിച്ച സ്കൂളാണ്. സ്വന്തം സ്ഥലം എവിടെയാണ്? സ്വന്തം സ്ഥലം അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും എല്ലാം വാടകയ്ക്ക് തന്നെയാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന കോട്ടയ്ക്കമ്പാട് ലക്ഷ്മിയുടെ ആ ഭാഗത്തായിരുന്നു. ലക്ഷ്മിയുടെ വാടകയുടെ ഒരു വേരിയേഷൻ കൊണ്ട് ഇത്രയും ഉള്ളിലോട്ട്, പിന്നെ അഡ്വാൻസിൻ്റെ ഒക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് നികത്താൻ അങ്ങോട്ട് പോയതാണ്. എനിക്ക് ഹസ്ബൻഡാണ്, ഞാൻ ബുദ്ധിമുട്ടിലാണ്. ഇതുവരെയെങ്കിലും വണ്ടി കയറിയിട്ട് ആരെങ്കിലും സഹായിക്കാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചന വരികയോ ഇതെന്തെങ്കിലും വന്നിട്ടുണ്ടോ അനുഭവം? പ്രപ്പോസൊക്കെ ഒരുപാട് വണ്ടി ഓട്ടോ ഇപ്പം ഞാൻ എടുത്തിട്ട് 5 മാസമേ ആവുന്നുള്ളൂ. പ്രപ്പോസ് വരുന്നുണ്ട്, സഹായം വരുന്നുണ്ട്, ഓഫേഴ്സ് വരുന്നുണ്ട്. ബട്ട് അവർ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ കണക്കെ ഈ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ വീഴുമെന്നുള്ള ഒരു ധാരണയാണോ എന്നറിയില്ല. അപ്പൊ അടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്റെ ഒരു ക്യാരക്ടർ ഇതാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ബാക്ക് അടിക്കും. അതുകൊണ്ട് സഹായം കിട്ടാറുമില്ല. അപ്പോൾ ചിത്ര നമ്മളോട് പങ്കുവെക്കുകയാണ്. എല്ലാവരും സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ ആ കുട്ടിയുടെ നിലപാട് മനസ്സിലാവുമ്പോൾ അത് പിന്നിലേക്ക് പോകും. നിലപാടെന്താ? നേരെയുള്ളൊരു നിലപാടാണ് ചിത്രയ്ക്കുള്ളത്. വളഞ്ഞ വഴിയില്ല. സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കണം. ആരുടെയും വളഞ്ഞ പൈസ ഓടിച്ചാൽ അവർക്ക് അടിമയാവാൻ വയ്യ. അതുകൊണ്ട് തന്നെ ചിത്രയുടെ ഒരേ നിലപാടും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹായിക്കാൻ വരുന്നവർ 2 ദിവസം സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. 3-ന് അവരെ പിന്നെ കിട്ടത്തില്ല ഇല്ലേ? അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ചിത്രയുടെ വാക്കുകളിലേക്കാണ് ഇനിയുള്ള ഒരു പോകേണ്ട. ചിത്രയുടെ അനുഭവമാണ് നമ്മളോടൊപ്പം പങ്കുവെച്ചത്. തീർച്ചയായിട്ടും ചിത്രയ്ക്ക് നല്ലൊരു ഐശ്വര്യം ഉണ്ടാവട്ടെ, ജീവിതത്തിൽ ഒരുപാട് നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ.